പത്തനംതിട്ട കോന്നി ജംഗ്ഷനോട് ചേർന്ന് നദിയിലേക്ക് പോകുന്ന തോട്ടിലേക്ക് മാലിന്യം തള്ളിയ സംഭവത്തിൽ കോന്നി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മാലിന്യം തള്ളിയ ആളെ തടഞ്ഞുവെച്ചു. സ്ഥിരമായി വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യമാണ് തള്ളിയതെന്ന് പ്രസിഡന്റ് അറിയിച്ചു. പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടും എത്താൻ വൈകിയെന്ന ആരോപണവും പ്രസിഡന്റ് ഉന്നയിച്ചു. കോന്നി പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഹരിതസേനയ്ക്ക് യൂസർ ഫീ നൽകി മാലിന്യം നൽകാതെ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ പിടിയിലായ സ്ത്രീയുടെ കയ്യിൽ തുച്ഛമായ പണം നൽകി ഇവിടെ സ്ഥിരമായി മാലിന്യം തള്ളുന്നത് പതിവാണെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നു. നാഗമ്മ എന്ന് പറയുന്ന ഒരു 62 വയസ്സ് പ്രായം തോന്നിക്കുന്ന സ്ത്രീയെ നമ്മുടെ പൊതു തോട്ടിൽ പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളും കൊണ്ടിട്ട് തീ കത്തിക്കുന്ന പോകുന്ന ഒരവസ്ഥയാണ്. അത് കൈയോടെ പിടിച്ച് പഞ്ചായത്ത് സെക്രട്ടറിയും മറ്റുള്ളവരെയും വിവരം അറിയിച്ച് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ച് അവർക്കുള്ള അടിയന്തര നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇത് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നാണ് ഇവർ വാങ്ങിക്കുന്നത്. വ്യാപാര സ്ഥാപനങ്ങളിൽ നമ്മൾ പലതവണ ബോധവൽക്കരണം അറിയിപ്പും കൊടുത്തിട്ടുള്ളതാണ്. ലൈസൻസ് എടുക്കുകയും അതുപോലെ ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ നൽകി മാലിന്യങ്ങൾ ജൈവ മാലിന്യം അവരുടെ ഉത്തരവാദിത്തമാണ്. അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കണമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടും അത് ആവർത്തിക്കാതിരിക്കുകയാണ്. അതിന് ശക്തമായ നടപടി പഞ്ചായത്തിൻ്റെ പേരിൽ സ്വീകരിക്കും. ബംഗ്ലാവ് മുരിപ്പ് കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കിണർ. അതുപോലെ തന്നെ അച്ചൻകോവിലാറ് ഈ വെള്ളം അങ്ങോട്ടാണ് ഒഴുകി പോകുന്നത്. വെള്ളം കറുത്ത് കിടക്കുകയാണ്. ഇതിൻ്റെ പല സ്ഥാപനങ്ങളിൽ നിന്നും പൈപ്പുകൾ പോലും ഈ തോട്ടിലോട്ട് ഒഴുക്കി വെച്ചിരിക്കുകയാണ്. അതിനും അടിയന്തര നടപടി പലതവണ ആവർത്തിച്ച് നമ്മൾ കൊടുത്തിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്ത ഒരു രീതിയിലാണ് വ്യാപാരികളും സ്ഥാപനങ്ങളും നിലനിൽക്കുന്നത്. കർശനമായ നടപടി തുടർന്നുണ്ടാവും എന്ന് അറിയിക്കുന്നു. കോന്നിയുടെ ഹൃദയഭാഗത്ത് കൂടി കടന്നു പോകുന്ന തോട്ടിലേക്ക് നഗരത്തിലെ ഹോട്ടൽ മാലിന്യം ഉൾപ്പെടെ പൈപ്പ് വഴി തള്ളുന്നതും മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ മാലിന്യം തള്ളുന്നതും പതിവാണ്. നിരവധി കുടിവെള്ള പദ്ധതികൾ ആശ്രയിക്കുന്ന അച്ചൻകോവിലാറ്റിലേക്കാണ് ഈ മാലിന്യം എത്തുന്നതെന്നും ശക്തമായ പരിശോധനയും നടപടിയും ഉണ്ടാകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും അറിയിച്ചു. കോന്നി പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.